ജോണേട്ടാ, വലുതായിട്ട് നമുക്ക് കേട്ടുകേൾവിയില്ലാത്തൊരു വാർത്തയാണ്. 2 കന്യാസ്ത്രീകൾ അറസ്റ്റിലാവുക, അതും മനുഷ്യക്കടത്ത് അതിന് ആരോപണ വിധേയരാക്കിക്കൊണ്ട്. 2 പേരും മലയാളികളാണ്, സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സിസ്റ്റർ പ്രീതി മേരിയും. ഇത് ശരിക്കും വലിയ രീതിയിൽ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലുമൊക്കെ ശ്രദ്ധിക്കപ്പെട്ടൊരു വാർത്തയായിട്ട് മാറുകയാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ ഒരു കോണ്ടസ്റ്റിൽ ഈ ക്രൈസ്തവ സമൂഹത്തെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ പലപ്പോഴും കേരളത്തിലെ BJP ഘടകം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആ രീതിയിൽ ക്രൈസ്തവരെ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തെയും വിശ്വാസികളെയൊക്കെ ഒന്ന് മാറി ചിന്തിപ്പിക്കുന്ന രീതിയിലേക്ക് BJPയുടെ ചിത്രം കേരളത്തിൽ മാറ്റപ്പെടാനായിട്ട് ഈ ഒരു സംഭവം ഇടയാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. എന്താണ് ഈ ശരിക്കും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ, അല്ലെങ്കിൽ കേരളത്തിലെ BJPയുടെ മുന്നോട്ട് പോക്കിനെ ഈ ഒരു കേസ് എങ്ങനെയെങ്കിലുമൊക്കെ ബാധിക്കുമോ? തൽക്കാലത്തേക്കെങ്കിലും BJP ഇവിടെ ഇപ്പം പെട്ടുപോയി. കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞ് വളരെ പ്രധാനപ്പെട്ട നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ വലിയ മുന്നേറ്റം BJP ഉണ്ടാക്കി. അതെ, പ്രത്യേകിച്ച് തൃശ്ശൂർ 75,000 വോട്ടിനാണ് സുരേഷ് ഗോപി ജയിക്കുന്നത്. തൃശ്ശൂർ പോലെ ഒരു മണ്ഡലത്തിൽ BJPയുടെ ഒരു സ്ഥാനാർത്ഥി ജയിക്കണമെങ്കിൽ അവിടെ നിർണായകമായ ക്രിസ്ത്യൻ വോട്ട്, വളരെ നിർണായകമാണ് ക്രിസ്ത്യൻ വോട്ട്. അപ്പോൾ ആ ക്രിസ്ത്യൻ വോട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥിക്ക്, സുരേഷ് ഗോപിയാണ് ജയിച്ചെങ്കിലും BJPക്കാണ് കിട്ടുന്ന വോട്ട്. പിന്നെ അദ്ദേഹം കേന്ദ്രമന്ത്രിയായി. അത് കഴിഞ്ഞിട്ട് ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കി. അദ്ദേഹം ന്യൂനപക്ഷ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ അതിനു മുമ്പ് തന്നെ കേക്കുമായിട്ട്, അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ കേക്ക് അവിടെ വിലങ്ങ്. ഇവിടെ കേക്കുമായി ക്രിസ്മസ് ദിനങ്ങൾ അരമനകളിൽ പോകുന്നു, ബിഷപ്പുമാരെ കാണുന്നു. അപ്പോൾ ഒരു വിഭാഗം ബിഷപ്പുമാർക്കുമൊക്കെ ഒരു സഹകരണത്തിൻ്റെ BJP എന്ന് പറയുന്ന പാർട്ടിയുമായി സഹകരിക്കാം, അല്ലെങ്കിൽ ബിഷപ്പുമാർ പറഞ്ഞാലൊക്കെ വോട്ട് ചെയ്യുന്ന തരത്തിലേക്കൊക്കെ ചില പോക്കറ്റുകളിലെങ്കിലും മാറ്റിയിട്ടുണ്ട് എന്ന് അവർ വിചാരിക്കുന്നു. ചില ബിഷപ്പുമാരൊക്കെ രഹസ്യമായി ഒക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ നമ്മുടെ ചെവിയിലെത്തിയിട്ടുണ്ട്. റബ്ബറിന് താങ്ങുവില കൂട്ടിയാൽ ഞങ്ങൾ BJP വോട്ട് ചെയ്യാമെന്ന് പരസ്യമായി പറഞ്ഞ ബിഷപ്പുമുണ്ട്. പിന്നെ പലരും പറഞ്ഞിട്ടുള്ളത് ഈ ബിഷപ്പുമാർക്ക് ചില കാര്യങ്ങൾ രഹസ്യങ്ങളൊക്കെ വിളിക്കുക, സാമ്പത്തികം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് വരുന്നതുകൊണ്ട് അവർക്ക് മറ്റ് രക്ഷയില്ല എന്ന് പറയുന്നതുകൊണ്ട്. തിരുവനന്തപുരത്തൊക്കെ തന്നെ തീരദേശ മേഖലകളിലേക്ക് വലിയൊരു വോട്ട് BJPയിലേക്ക് പോയിട്ടുണ്ടെന്നുള്ളതാണ് അവരുടെ അവകാശവാദം. ഇലക്ഷനിൽ ഒരു പരിധി വരെ അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിലെ വോട്ടുകൾ ഒന്നടങ്കം പോയി ഇന്ന് ലോക്സഭാ ഇലക്ഷൻ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അവിടെ പല ബൂത്തുകളിലും ഈ രാജീവ് ചന്ദ്രശേഖറിന് കിട്ടിയ വോട്ടുകളുടെ ഒരു കണക്ക്, അതായത് കൗണ്ടിങ് സ്റ്റേഷനിലുണ്ടായിരുന്ന നമ്മളൊരു സുഹൃത്തുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് വളരെ തുച്ഛമായ വോട്ടുകളാണ്. അവിടെ ശശി തരൂർ യഥാർത്ഥത്തിൽ ജയിച്ചത് ആ തീരദേശ മേഖലയിലെ വോട്ട് കൊണ്ടാണ്. ബാക്കി പല ഏരിയയിലും രാജീവ് ചന്ദ്രശേഖർ വന്നിട്ടൊരു മാറ്റം ഉണ്ടാക്കാൻ അദ്ദേഹം നേരെ അവിടെ വരുന്നു, തീരദേശ മേഖലയിൽ വരുന്നു, അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീമുമായിട്ട് പോകുന്നു, എന്താണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കാൻ അവർ ലാപ്പെടുക്കുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം അവരോടൊപ്പമാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് മാറാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അത് കഴിഞ്ഞാൽ തൃശ്ശൂരിലെ വിജയമാണ് യഥാർത്ഥത്തിൽ BJPയോട് ക്രിസ്ത്യൻ വിഭാഗത്തിന് ഒരു തൊട്ടുകൂടായ്മയില്ല എന്നുള്ള ചിന്തയുണ്ടാക്കുന്നത്. പക്ഷേ ജയശങ്കർ നേരത്തെ ചോദിച്ചതുപോലെ ഇപ്പോൾ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുക, ആ തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നേരത്തെയും നമ്മൾ ഉത്തരേന്ത്യയിൽ നിന്ന് കേട്ടിട്ടുള്ള വാർത്തകളാണ്. ഈ പ്രത്യേകിച്ച് മതപരിവർത്തിത നിരോധന നിയമം നിലവിൽ വന്നതിന് ശേഷം അതുപയോഗിച്ച് കന്യാസ്ത്രീകളെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് സിസ്റ്റേഴ്സ് അനാഥാലയങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്, ഹോസ്പിറ്റലുകൾ നടത്തുന്നുണ്ട്. നമ്മൾ അവിടെയൊക്കെ ചെന്ന് നോക്കിയാൽ, ഇപ്പോൾ പ്രത്യേകിച്ച് അനാഥാലയങ്ങൾ, ഞാൻ ചില അനാഥാലയങ്ങളിലൊക്കെ പോകുന്ന സിസ്റ്റേഴ്സ് നടത്തുന്നത്, അവിടെയൊക്കെ ചെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒറീസയിൽ നിന്ന്, മണിപ്പൂരിൽ നിന്ന്, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് ആ ഒരു കിഴക്കൻ മേഖല ഇന്ത്യയുടെ ആ ഒരു പ്രദേശത്ത് നിന്നുള്ള ആളുകൾ കൂടുതലായും ഇവിടെ ജോലിക്കായിട്ട് വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ യുവതികൾ ജോലിക്ക് വരും, ആ മഠത്തിൽ ജോലി ചെയ്യാൻ. കാരണം അവിടെ പാചകം ചെയ്യാൻ ആൾ വേണം, ക്ലീനിങ്ങിന് ആൾ വേണം, അതൊക്കെ കുടുംബത്തിന്റെ കിടപ്പുരോഗികളെ ചികിത്സിക്കാനും ഒക്കെ ആയിട്ട് ധാരാളം കുട്ടികൾ. പക്ഷേ ഈ വരുന്ന പല ആളുകളും, അത് മാത്രമല്ല, ചില അല്ലാതെ ഉള്ള അഗതി മന്ദിരം മാത്രമല്ല, അല്ലാതുള്ള സ്ഥാപനങ്ങളിലും ഒക്കെ പുറത്തു നിന്നുള്ള ആളുകൾ, പെൺകുട്ടികൾ, യുവതികൾ വരുന്നുണ്ട്.
അപ്പോൾ അവരൊക്കെ ഒരുപക്ഷെ 6 മാസം അല്ലെങ്കിൽ 1 വർഷം, ആ 1 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. ഇവരെ ആരെയും പിടിച്ചിട്ട് ഇവിടെ വന്ന ആളുകളെ ഒന്നും ഈ വേറെ മതത്തിലൊക്കെ പെട്ട ആളുകളുണ്ടാവും, നിർബന്ധപൂർവ്വം അവരെ ഇവിടെ തന്നെ നിങ്ങൾ താമസിക്കണം എന്ന് പറഞ്ഞു. ഞാനൊരു സ്ഥലത്ത് നിന്ന് പറഞ്ഞു 1 വർഷം മാത്രമാണ് ഇവിടെ നിൽക്കുക, ഇപ്പോൾ ഈ കുട്ടി പോയി കഴിഞ്ഞാൽ അടുത്ത യുവതി വരും, അങ്ങനെയാണ് സിസ്റ്റം എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ ഒന്നും നിർബന്ധപൂർവ്വം നിങ്ങൾ ഇവിടെ തന്നെ കഴിയണം, നിങ്ങൾ ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറണം എന്നൊന്നും പറഞ്ഞിട്ട് കേരളത്തിൽ അങ്ങനെ കൺവേർഷൻ്റെ രീതിയിലേക്ക് പോയിട്ടില്ല. ഇത് കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട, തൊട്ട് പിന്നാലെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പല പഞ്ചായത്തുകളിലും BJPക്ക് ജയസാധ്യതയുണ്ട്. പല പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നിയമസഭയിലേക്ക് വരുമ്പോൾ ഭരണം ഒന്നും ഈ തവണ കിട്ടില്ലെങ്കിൽ പോലും വലിയ മുന്നേറ്റം അവർക്കുണ്ടാക്കാൻ പറ്റും. ചുരുങ്ങിയത് ഒരു 7-8 സീറ്റിലെങ്കിലും ജയിക്കാൻ പറ്റുന്ന ഒരു സാധ്യതയാണ്. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഭരണം കിട്ടണമെങ്കിൽ കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ പിന്തുണയില്ലാതെ ഒരിക്കലും BJPക്ക് ഭരിക്കാൻ കഴിയില്ല. അത് കൃത്യമായിട്ട് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് കേക്കുമായി അരമനകളിൽ പോകുന്നതും. ഈ ഒരു വിഭാഗം ക്രിസ്ത്യാനികൾക്ക് BJPയോടൊരു അനുകൂല മനോഭാവം ഉണ്ടാകും. അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിന് ഇപ്പുറത്ത് ശത്രുക്കളായി പ്രഖ്യാപിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആ രീതിയിലേക്കുള്ള ഒരു മാറ്റം ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അതായത് നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നത് മുസ്ലിംസാണ്. മുസ്ലിംസ് വിചാരിക്കുന്നത് നമ്മുടെ ശത്രുപക്ഷത്തുള്ളത് ക്രിസ്ത്യൻസാണ്. ഈ സൈബർ ഇടം തുറന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിഭാഗീയതയുടെ രാഷ്ട്രീയം ഒരു പരിധിവരെ വിജയിപ്പിക്കാൻ BJP ശ്രമിക്കുന്നു. അപ്പം കൂടെ നിൽക്കുന്ന സ്വാഭാവികമായിട്ടും ക്രിസ്ത്യൻ വിഭാഗത്തിന് മുസ്ലിങ്ങളോടുള്ള ചില നയങ്ങളോടുള്ള എതിർപ്പ്. അപ്പോൾ കൂടെ നിൽക്കുന്ന ആരാണ്? ഹിന്ദുക്കൾ. BJP കൂടെ നിൽക്കുന്നു എന്നുള്ള ഒരു ചിന്തയുണ്ട്. അതെ, അതുണ്ടാകുന്നു. ഇപ്പം മുനമ്പം വിഷയം വരുന്നു. മുനമ്പം വിഷയം വന്നപ്പോഴും BJP നേതൃപരമായ പങ്ക് വഹിക്കുന്നു. അവിടെയും അപ്പുറത്ത് നിൽക്കുന്നത് മുസ്ലിംസാണ്. അപ്പോൾ ഈ തരത്തിൽ ക്രിസ്ത്യൻസിനെ നിങ്ങൾക്ക് അനുകൂലമായി നിലപാടെടുക്കുന്ന ആളുകളാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന തരത്തിലേക്ക് ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇവർ കേരളത്തിൽ നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതാകെ തകിടം പറഞ്ഞു. കാരണം ഈ ബിഷപ്പുമാരൊക്കെ തുടക്കത്തിൽ പ്രതിഷേധിക്കാൻ അവർ പ്രസ്താവനയിൽ ഒതുങ്ങി പ്രതിഷേധമൊക്കെ. അത് മാത്രമല്ല, 2 മലയാളി കന്യാസ്ത്രീകൾ കൂടെയാണ് അറസ്റ്റിലായിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതോ 2 കന്യാസ്ത്രീമാരല്ല, അത് പിന്നെ ഈ 2 യുവതികളും ഒരു യുവാവുമാണ്, സഹോദരനും സഹോദരിമാരുമാണ്. ഇവർ തന്നെ പറയുന്നു ഞങ്ങൾ വീട്ടുകാരുടെ അനുമതിയോടുകൂടിയാണ് ഞങ്ങൾ പോകുന്നത്, അതിൻ്റെ സമ്മതപത്രമൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വീട്ടുകാരുടെ അനുമതിയോടുകൂടിയാണ് പോകുന്നത്, ജോലിക്കായി പോവുകയാണ് എന്ന് പറയുന്നുമുണ്ട്. പക്ഷെ അതൊന്നും അംഗീകരിക്കാൻ ഈ ബജ്രംഗദളുടെ ഈ പാർട്ടിയുടെ അവിടെ വന്ന് ഒത്തുകൂടി അല്ലെങ്കിൽ ഇവരെ തടഞ്ഞു വെച്ചിരുന്ന സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചിരുന്ന ബജരംഗിലെ നേതാക്കൾ പറയുന്നത് ജ്യോതി ശർമ്മ പറയുന്നത് ഇവർ ഹിന്ദു നാമധാരികളാണ് എന്നുള്ളതാണെന്ന് തോന്നുന്നില്ലേ അവര്? അതിനകത്ത് വേറൊരു കാര്യം പറയാം. ഇപ്പം കേരളത്തിലെ ലത്തീൻ സമുദായത്തിൽ പെട്ട സ്ത്രീകൾ അവർ സിന്ദൂരം ഇടാറുണ്ട്. ചില പേരുകൾ, ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ചില പേരുകൾ, വിജയൻ എന്ന പേരുള്ള ക്രിസ്ത്യൻസ് ഉണ്ട്, അനിൽ എന്ന് പേരുള്ള ക്രിസ്ത്യാനിയുണ്ട്, പേരിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റും. രേഖ എന്ന പേരും അനിതയും അനിലയും ഉണ്ട്, സുനിലയുണ്ട്. ഈ പേരുകളൊക്കെ നോക്കിയിട്ട് ഇങ്ങോട്ട് മാറിയില്ല, സുനിത മാറിയിരിക്കും, സുനിത ഹിന്ദു അല്ലേ, മതപരിവർത്തനത്തിന് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ ഈ സുനിത എന്ന് പേരിടുന്ന ധാരാളം ക്രിസ്ത്യാനികളുണ്ട്. വിജയൻ എന്ന് പേരുള്ള ആളുകളുണ്ട്, ഷാജി എല്ലാ മതത്തിലും കോമൺ പേരാണ്, സ്വീകാര്യമായിട്ടുള്ള പേരാണ് ഷാജി. അപ്പം അങ്ങനെ നമുക്ക് അങ്ങ് ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ അവർ പറയുന്നത് തന്നെ അവർ നേരത്തെ തന്നെ ക്രിസ്ത്യാനികളായി എന്ന് അവർ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ചർച്ച എടുക്കുന്ന ഈ ഒരു മൊമെന്റിൽ അവർക്ക് ഈ ഒരു ജാമ്യം നിഷേധിച്ചു. അപ്പോൾ ഈ കോടതി പരിസരത്ത് തന്നെ ബജ്രംഗദൾ സേന വലിയ വിജയാഘോഷം നടത്തി എന്നുള്ളതാണ് അവരുടെ ഒരു വിജയമായിട്ടൊക്കെ ആഘോഷിക്കപ്പെടുന്നു. അവിടെ അതൊരു വലിയ ഒരു രീതിയിലുള്ളൊരു അല്ലേ, അവർ ഏതൊക്കെ രീതിയിൽ അവരോട് കാണിക്കുന്ന ക്രിസ്ത്യൻ സമുദായത്തോട് കാണിക്കുന്ന സമീപനം തികച്ചും വ്യത്യസ്തമാണെന്നുള്ളതിൻ്റെ കൂടി ഒരു അതിവിടെ നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് പോകുമ്പം ഈ ജ്യോതി ശർമ്മയാണ്. ജ്യോതി ശർമ്മ ഈ മറ്റേ നമ്മുടെ ക്യാമറയുടെ മൈക്കുണ്ടല്ലോ, ആ മൈക്ക് ഉൾപ്പെടെ ക്യാമറാമാൻ ഉൾപ്പെടെ ആയിട്ട് ചെന്നിട്ടാണ് ഇവരെ ചോദ്യം ചെയ്യുകയും ഇവരോട് നീ മിണ്ടരുത് എന്നൊക്കെ പറയുകയും ഒക്കെ പറയുന്നു. പോലീസിനേക്കാൾ അധികാരത്തോടെ, പോലീസിന് അവിടെ റോളൊന്നുമില്ല, ഒരു കേസെടുക്കണം എന്നൊക്കെ പറയുന്നത് ജ്യോതി ശർമ്മയാണ്. അത് അവരുടെ യൂട്യൂബ് ചാനൽ അത് പിന്നെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ കൃത്യമായൊരു പ്ലാനിങ് അതിനകത്തുണ്ട്. ചില ആളുകൾക്ക് പെട്ടെന്ന് ഒരു ലൈം ലൈറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്താലേ ലൈം ലൈറ്റ്, അത് 2 തരത്തിൽ ചെയ്യാം. ഒന്ന് പോസിറ്റീവായിട്ട് ചെയ്യാം, നെഗറ്റീവായിട്ട് ചെയ്യാം. ഇപ്പോൾ ജ്യോതി ശർമ്മയെ എല്ലായിടത്തും ശ്രദ്ധിച്ചില്ലേ,
ഈ കേസ് പറയുമ്പോൾ തന്നെ ജ്യോതി ശർമ്മയുടെ പേരും നമ്മൾ പറയേണ്ടി വരും. ജ്യോതി ശർമ്മയെ ഇത്തരം തീവ്ര മനസ്സുള്ള ആളുകൾ, നമ്മളിത് പറയുമ്പോഴും തീവ്ര മനോഭാവമുള്ള ആളുകൾക്ക് ജ്യോതി ശർമ്മ വലിയ ആരാധ്യയായി മാറിയിരിക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇവിടെ കേരളത്തിലേക്ക് വരുമ്പം BJP ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഈ തിരുമേനിമാർ പ്രസ്താവനയിൽ ഒതുക്കുന്നു. അപ്പോൾ അത് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ വിമർശിക്കുന്നു, വി ശിവൻകുട്ടി ഉൾപ്പെടെ ആളുകൾ വിമർശിക്കുന്നു. പിന്നെ പൊതുവെ ഈ ഒരു സംഭവം വന്നപ്പോൾ ഈ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടായി. തിരുമേനിമാരെന്നുള്ളതിനപ്പുറത്തേക്ക് കടന്നിട്ട് വിശ്വാസികൾ ഇത് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയാതെ വന്നു. അവർക്ക് വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. അത് മനസ്സിലാക്കിയിട്ടാണ് ഇന്ന് ഈ സഭ ഒന്നടങ്കം ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത്. ഇതിനകത്ത് നമ്മുടെ കേന്ദ്ര മന്ത്രി ജോർജ് കുര്യൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അവിടെ ചെന്ന് അന്വേഷിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും, അതായത് ഈ വയനാട് ദുരന്തമൊക്കെ ഉണ്ടായ സമയത്ത് വളരെ ഒരു ബഹളവും ഉണ്ടാക്കാതെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്ത ഒരു മന്ത്രിയാണ്. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന് പൊള്ളിപ്പോയിരിക്കുന്നു. അത് ഈ ക്രിസ്ത്യൻ സമുദായത്തോട് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ജോർജ് കുര്യനെ മന്ത്രിയാക്കിയത്. പക്ഷേ ജോർജ് കുര്യൻ അത് മനസ്സിലാക്കാതെ പോയതാണോ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഉത്തരവാദിത്തപ്പെട്ടവർ പോകണം. അപ്പോൾ ആരാണ് ഉത്തരവാദിത്തപ്പെട്ടവർ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ പറയുന്നത് നിങ്ങൾ കണ്ടുപിടിക്കണം എന്നാണ്. അതായത് ഞാനാണ് ഉത്തരവാദിത്തപ്പെട്ട ആൾ, ന്യൂനപക്ഷ ക്ഷേമത്തിൻ്റെ മന്ത്രിയാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളെന്നുള്ള നിലയിൽ ഞാൻ പോയി അന്വേഷിക്കാം, എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഞാനൊന്ന് മനസ്സിലാക്കട്ടെ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന്. അതിൻ്റെ കൃത്യമായുള്ള വിവരം അന്വേഷിച്ചതിന് ശേഷം മറുപടി പറയാം. ഇതിപ്പോൾ അത് കോടതിയിലാണല്ലോ, വേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്നാണ് ഇവിടെ പറയേണ്ടത്. പക്ഷെ അത് പറയുന്നതിന് പകരം ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും പോയി അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്ക് ഇതിനകത്ത് യാതൊരു റോളും ഇല്ല എന്നാണ്. അപ്പോൾ അത് വലിയ ദോഷം ചെയ്യും, ഇത്തരം പ്രസ്താവനകൾ ദോഷം ചെയ്യും. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു ഞങ്ങൾ കന്യാസ്ത്രീകൾക്കൊപ്പമാണ്, ക്രിസ്ത്യൻ സമൂഹത്തിനൊപ്പമാണ്. പക്ഷേ അത് ഇവിടെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഈ മന്ത്രി ഇപ്പോൾ സുരേഷ് ഗോപി ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയുന്നതായിട്ട് നമ്മളെവിടെയും കണ്ടില്ല. കാരണം അദ്ദേഹത്തിനെ വിജയിപ്പിച്ച മണ്ഡലമാണ്. അദ്ദേഹം അവിടെ എന്താ പറയുക കിരീടമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഏതൊരു ക്രൈസ്തവ ദേവാലയത്തിൽ തന്നെ അദ്ദേഹം എന്തോ ഒരു പ്രത്യേക സ്വർണ്ണത്തിൽ തീർത്തിയോ വെള്ളി തീർത്തിയോ എന്തോ ഒരു സ്വർണം കൊടുക്കുകയുണ്ടായിരുന്നു, സമർപ്പിക്കുകയുണ്ടായി. ആ രീതിയിലൊക്കെ വലിയൊരു അടുപ്പം അല്ലെങ്കിൽ സ്നേഹപ്രകടനമൊക്കെ വിജയത്തിന് ശേഷം കാണിച്ച വ്യക്തിയാണ് ക്രൈസ്തവ സമൂഹത്തോടും. പക്ഷേ ഇത് ഈ സംഭവത്തോടു കൂടി ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഒരു വലിയ വിഭാഗം ഏരിയ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സമുദായത്തിന് മുൻതൂക്കമുള്ള ഏരിയ ഉണ്ട്. ഈ തീരദേശ മേഖലയാൽ ഇപ്പോൾ കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ ഇങ്ങനെ കിടക്കുന്ന, ഇപ്പോൾ പത്തനംതിട്ട ഇങ്ങനെ പറയുന്ന ജില്ലകളിലൊക്കെ, തിരുവനന്തപുരം ജില്ല ഇവിടെയൊക്കെ, പിന്നെ കണ്ണൂരിൻ്റെ ചില മേഖലകൾ, കോഴിക്കോടിൻ്റെ ചില മേഖലകൾ, ഈ പ്രദേശത്തൊക്കെ വയനാടിൻ്റെ ചില ഏരിയകൾ, ഇവിടെയൊക്കെ ക്രിസ്ത്യൻ സമുദായത്തിന് കൃത്യമായി വോട്ട് ബാങ്കുണ്ട്. അത് ഒരു കാലത്ത് UDFന് അനുകൂലമായ വോട്ട് ബാങ്ക് തന്നെ. അതുകൊണ്ടാണ് UDF വിജയിച്ചുകൊണ്ടിരുന്നത്. അതിനെ മറികടന്നാണ് പല സമയത്ത് LDF അധികാരത്തിൽ വന്നിട്ടുള്ളത്. LDFൻ്റെ ഈ മധ്യ കേരളത്തിലെ വോട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ മാണി കോൺഗ്രസ് LDFന് അനുകൂലമായി നിന്നപ്പോഴാണ് അവിടെ കുറേയധികം സീറ്റുകൾ LDFന് നേടാൻ കഴിഞ്ഞത്. പത്തനംതിട്ട ജില്ലയിലായാലും കോട്ടയത്തൊക്കെ ആയാലും നേടാൻ കഴിഞ്ഞത്, അല്ലാതെ അവിടെ നിലനിർത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കി ഈ ക്രിസ്ത്യൻ സമുദായത്തെ ഒരുമിച്ച് നിർത്തിയാൽ മാത്രമേ BJP കേരളം ഭരിക്കണം എന്നുള്ള സ്വപ്നം പൂവണിയണമെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം കേക്ക് കൊടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം വോട്ട് കിട്ടണമെന്നില്ല. അത് ഇനിയിപ്പം അത് നടക്കത്തുമില്ല. ഇനി കേക്ക് കൊടുക്കാൻ പോയാലും ഈ സംഭവം ഓർമ്മ വരും. ഇതുവരെ അവർക്ക് ജാമ്യം കിട്ടിയിട്ടില്ല, നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയം വരെയും ജാമ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ അവരെ ഒപ്പം നിർത്തണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടന്നില്ലെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുമ്പോൾ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിലെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അതിന് മറുപടി പറയാനോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ എങ്കിലും മുമ്പിൽ അതിന് കൃത്യമായൊരു മറുപടി പറയാനോ സാധിക്കാത്ത തരത്തിലേക്ക് അവരുടെ സ്വപ്നങ്ങൾ. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കാര്യമായ മുന്നേറ്റം ഉണ്ടാകും. കാരണം പലപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തെക്കാൾ ഒരു വ്യക്തിബന്ധങ്ങളും സൗഹൃദവും, നമുക്കറിയാം എന്നെ കണ്ടിട്ട് ചിരിക്കുന്ന ഒരാളാണ് അയാൾ, അതുകൊണ്ട് അയാൾ വോട്ട് ചെയ്യുമെന്ന് പറയുന്നവരും, എന്നെ കണ്ടാൽ ഇന്നേ വരെ ചിരിച്ചിട്ടില്ലാത്ത ആളാണ് ആ സ്ഥാനാർത്ഥി, അതുകൊണ്ട് ഞാൻ അയാൾ വോട്ട് ചെയ്യത്തില്ല എന്ന് പറയുന്ന രാഷ്ട്രീയ ബോധമുള്ള ചില ആളുകൾ പറയുന്ന. ഇപ്പോൾ രാഷ്ട്രീയം അവിടെ ഒരു ഘടകമല്ല. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം നമ്മൾ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുമ്പോൾ വരാൻ പോകുന്ന ഒരു കാര്യം, ക്രിസ്ത്യൻ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് അവർ വോട്ടായി
ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. BJPക്ക് വലിയ തിരിച്ചടി ഒരുപക്ഷെ. പിന്നെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിലൊരു പ്രശ്നം എന്താണെന്നറിയാം, ഇന്നിപ്പോൾ കാണുന്ന വിഷയമല്ല, 2 ദിവസം നാളെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. പക്ഷേ എന്നാലും ഇതിൻ്റെ ഈ കനൽ ഉടനെ കെട്ടുപോകുമെന്ന് തോന്നുന്നില്ല. ഇത് നമ്മൾ ചേർത്ത് നിർത്തിയാലും ഇങ്ങനെയൊക്കെയാണ് നമ്മളോട് കാണിക്കാൻ പോകുന്നതെന്നുള്ള ഒരു ചിന്ത നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇപ്പോൾ ഇരട്ടയായിരിക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ശരി.